ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളും? ഞാനൊക്കെ നനഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട് അല്ലെ. നല്ല മഴയത്താണ് പോന്നിട്ടുള്ളത്. എന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അതാണ് നനഞ്ഞു നിൽക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ചെറിയൊരു സ്റ്റോറിയിലേക്ക് പോയാലോ? ചെറിയൊരു മോട്ടിവേഷൻ ഒക്കെ ആയിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ മരത്തിനെയും അത് ആദ്യം ഉണ്ടാകുന്ന ചെടിയെയൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മുടെ മുന്നിൽ ഒരു മാവിന്റെ ചെറിയ തൈ ഉണ്ടായാൽ നമ്മൾ അധികം ശ്രദ്ധ കൊടുക്കാറുണ്ടോ അതിന്? ഇല്ലല്ലോ. അത് നല്ലോണം പൂത്ത് ഫലങ്ങളൊക്കെ ഇടുമ്പോഴല്ലേ അതിന് ശ്രദ്ധ കൊടുക്കാറുള്ളൂ. മാങ്ങ വീഴുന്നുണ്ടോ എന്നുള്ളത് രാവിലെ പോയി നോക്കാറുള്ളൂ. ആ മാങ്ങക്ക് എത്ര രുചിയുണ്ട് എന്നുള്ളത് അത് കഴിച്ചു നോക്കുമ്പോഴല്ലേ നമ്മൾ പറയാറുള്ളത്. അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ഓരോരുത്തരും. നമ്മള് ചെറുപ്പത്തില് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് തുടങ്ങുന്ന സമയത്ത് നമുക്ക് അധികം മോട്ടിവേഷൻസ് ഒന്നും ഉണ്ടാവില്ലടാ. അല്ലെങ്കിൽ നമ്മൾ ആരും ശ്രദ്ധിക്കാനൊന്നും ഉണ്ടാവില്ലടാ. നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ചായ കൊണ്ടുവന്ന് തരാനോ അല്ലെങ്കിൽ പഠിച്ചോ എന്ന് പറയാനൊന്നും ആരും ഉണ്ടാവില്ല. നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു ജോലിയിലെത്തുമ്പോൾ മാവിനെ പോലെ മാങ്ങ ഫലമായി മാറുമ്പോഴാണ് നിങ്ങളെ ശ്രദ്ധിക്കപ്പെടുക. നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, സ്മാർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ആ മാങ്ങയ്ക്ക് എത്ര രുചിയുണ്ട് എന്നുള്ളത് കഴിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കുക. നിങ്ങൾ ഒരു ജോലിയിൽ എത്തിക്കഴിയുമ്പോഴാണ് ഞാൻ പഠിച്ചതിന്റെ വില എന്താണ് എന്നുള്ളത് ആ ജോലി കിട്ടുമ്പോഴും ആ ജോലി കിട്ടിയിട്ട് മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ നിന്നും അതിൽ നിന്നുള്ള സാലറി നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാം. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. നമുക്ക് കുറേ സ്ട്രഗിളുകൾ വരാനുണ്ട്. കാറ്റത്ത് നമ്മൾ വീഴാതെ പിടിച്ചു നിൽക്കേണ്ടതുണ്ട്. വെയിലത്ത് നമ്മൾ എന്ത് ചെയ്യണം? വെള്ളമുള്ള സ്ഥലത്തേക്ക് വേരിനെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ഫലങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ ഇലകൾ വളർത്തേണ്ടതുണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ പഠനവും. നമ്മുടെ പഠനത്തിന്റെ ലക്ഷ്യത്തെ മുൻനിർത്തിയിട്ട് വേണം നമ്മൾ എത്ര സമയം ഇതിലേക്ക് പഠിക്കണം, എത്ര സമയം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം, ഞാൻ മറ്റുള്ള എന്റർടൈൻമെന്റുകൾ ഒഴിവാക്കണോ, എല്ലാതും ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഇരിക്കേണ്ടത്, അതോ ഞാൻ ഒരു സ്മാർട്ട് വർക്ക് ആയിട്ടാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ഓരോ രീതികളും നിങ്ങൾ എഴുതി വെച്ച് നോക്കൂ. നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ തുടങ്ങും, ഓക്കെ ഞാൻ നാളെ ഉറപ്പായിട്ട് പഠിക്കും. പഠിക്കൂല. കാരണം എന്താണോ, അത് നിങ്ങളുടെ ആ വിഷൻ മാത്രമേ ഉള്ളൂ. അവിടെ വിഷൻ മാത്രമാണ്. ഇന്ന് ഭയങ്കര നിങ്ങൾക്ക് സ്മാർട്ടാണ്, ഭയങ്കര ഊർജ്ജാണെന്ന് കരുതിയിട്ട് നാളെ അതാവില്ല. നാളെ അത് കുറഞ്ഞു വരും. മറ്റന്നാൾ അതിനേക്കാട്ടിലും കുറഞ്ഞു വരും. അതിന്റെ വ്യത്യാസം എന്ത് ചെയ്യും? തീരെ ഇല്ലാതെ ആവും. പക്ഷെങ്കിൽ നമ്മളൊരു വിഷൻ സെറ്റ് ചെയ്തിട്ട് അതിലേക്കുള്ള ജേണി ഒന്ന് എഴുതി വെച്ച് നോക്കൂ. ഞാൻ ഇന്ന ദിവസം ഇത്ര പോർഷൻ കവർ ചെയ്യും, ഇന്ന ദിവസം ഞാൻ ഈ വീഡിയോ കാണും, ഇന്ന ദിവസം ഞാൻ ഇത് പഠിക്കും, ഇന്ന ദിവസം ഞാൻ എക്സാം എഴുതും. അങ്ങനെ ആ വിഷനിലേക്കുള്ള ഒരു ജേണി എഴുതി നോക്കൂ. നിങ്ങൾക്ക് ഒരിക്കലും മടുപ്പ് വരില്ല. നിങ്ങൾക്ക് എനർജി ഉണ്ടോ ഇല്ലേ എന്നൊന്നും നിങ്ങൾ അവിടെ എന്ത് ചെയ്യൂല, ശ്രദ്ധിക്കൂല. അതുകൊണ്ട് എല്ലാവരും ഷെയറായിട്ട് ജേണി എഴുതി വെച്ചിട്ട് എന്ത് ചെയ്തോളൂ, മുന്നോട്ട് പോയിക്കോളൂ. അതല്ല നാളെ ഞാൻ ഇത് നേടും, നാളെ 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 നീളെ നീളെ എന്നാണ് പറയുന്നത്. ഹായ്. ഈയിടെ നടന്ന ഒരു സ്റ്റോർ കീപ്പറുടെ പ്രീലിംസിന്റെ എക്സാമിന്റെ അനാലിസിസ് ആണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? കേരളത്തിലെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെ കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസി. കേരളത്തിലെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെ കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസി. എന്താണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത്? എന്താണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്? നമ്മുടെ അച്ഛനും അച്ഛനും അമ്മമ്മയും അങ്ങനെ അവരുടെ ആ തലമുറയ്ക്കുള്ള കാലഘട്ടം നമ്മൾ പറയാം പാരമ്പര്യം. അതൊക്കെ പാരമ്പര്യ എന്ന് പറയാറുണ്ട് അല്ലെ. അതെന്താണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത്? എടാ, പാരമ്പര്യത്തിൽ എന്തൊക്കെ ഉപയോഗിച്ചിരുന്നത്? കൽക്കരി ഉപയോഗിച്ചിട്ടില്ലേ ട്രെയിൻ ഓടാൻ വേണ്ടിയിട്ട്? മണ്ണെണ്ണ ഉപയോഗിച്ചിട്ടില്ലേ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട്? അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ട് ഇല്ലേ, കറണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? അന്നത്തെ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. എങ്ങനെ? മണ്ണെണ്ണ, പെട്രോളിയം, അതോടൊപ്പം തന്നെ കൽക്കരി, ഇതൊക്കെ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളാണ്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത് നമ്മൾ എടുക്കും തോറും കഴിഞ്ഞു പോകും. നമ്മൾ എത്രമാത്രമാണോ അത് കുഴിച്ചെടുക്കുന്നത് അത് കഴിഞ്ഞു പോകും. അത് പിന്നീട് പുനരുൽപാദിപ്പിക്കുകയില്ല. എന്താണ്? പുനരുൽപാദിപ്പിക്കുകയില്ല. എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്? കുറെ വർഷങ്ങൾക്ക് മുൻപേ ചത്തുപോയിട്ടുള്ള ജീവികളുടെയും സസ്യങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ മണ്ണിനടിയിൽ പെട്ട് അതിന്റെ മുകളിലൂടെ കുറെ മണ്ണ് വന്ന് അടിഞ്ഞടിഞ്ഞ് അവിടെ ചൂട് കാരണം, മർദ്ദം കാരണം അവയിൽ നിന്നുള്ള ഒരു ഓയിൽ അല്ലെങ്കിൽ കൽക്കരി പോലത്തെയുള്ള എന്താ കറുത്ത മരക്കഷ്ണങ്ങളൊക്കെ പോലെയുള്ള ലഭിക്കുന്നതാണ് എന്ത് പറയുന്നത്? ഈ പെട്രോളിയം, അതേപോലെ തന്നെ കൽക്കരി എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇതൊക്കെ എടുക്കും തോറും എന്ത് ചെയ്യുന്നു? കഴിഞ്ഞു പോകുന്നു. എന്നാൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തിരമാലയിൽ നിന്നും കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നില്ലേ? കാറ്റാടി യന്ത്രങ്ങളിൽ നിന്നും കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നില്ലേ മക്കളെ? സൗരോർജ്ജത്തിൽ നിന്നും കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നില്ലേ? ഇതെപ്പോഴും നിന്ന് പോകുമോ? ഇന്ന് സൂര്യൻ അസ്തമിച്ചു, ഓക്കെ നാളെ സൂര്യൻ ഉദിക്കൂല, അങ്ങനെ പറയുന്നുണ്ടോ? ഇല്ല. നാളെയും സൂര്യൻ ഉദിക്കുന്നു, സൂര്യപ്രകാശം ലഭിക്കുന്നു, തിരമാല നാളെയും അടിക്കുന്നുണ്ട് ഇല്ലേ? അതേപോലെ തന്നെ കാറ്റ് വീണ്ടും വീണ്ടും അടിക്കുന്നുണ്ട്. ബയോഗ്യാസ്, നമ്മുടെ ഉപയോഗിക്കുന്ന പച്ചക്കറി വേസ്റ്റിന്റെയും മറ്റുള്ള വേസ്റ്റുകളുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ ഇട്ടിട്ടുണ്ടാക്കുന്ന ബയോഗ്യാസ്, അതൊക്കെ തീർന്നു പോകുമോ? തീർന്നു പോയാലും നമുക്കത് വീണ്ടും എന്ത് ചെയ്യാം? പുനരുൽപാദിപ്പിക്കാം. ഇതിനെയാണ് എന്താ പറയാ? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത്. ഈ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അനുമതി നൽകുന്ന ഏജൻസിയുടെ പേരാണ് അനേർട്ട്. എന്താണ്? അനേർട്ട്. വിശേഷം ഒന്ന് തലയിൽ നിൽക്കൂല. കുറെ KCB, കുറെ അനേർട്ട് അല്ലേ. ഞാൻ എങ്ങനെ ഇതൊക്കെ പഠിക്കാം? ഇവിടെ പണ്ട് കാലത്ത് നമ്മൾ കറണ്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മോട് മണ്ണെണ്ണയിലൊക്കെ വിളക്കത്തിക്കുമ്പോൾ പറയില്ലേ, ശ്രദ്ധിച്ചോ, അലേർട്ടായി നിന്നോ, പാകത്തിന് കത്തിച്ചാൽ മതി അല്ലെ, പാകത്തിന് ലേറ്റ് ഇട്ടാൽ മതി, പാകത്തിന് ഫാൻ ഇട്ടാൽ മതി എന്നൊക്കെ പറയില്ലേ, അലേർട്ടായി നിന്നോ എന്ന് പറയും. പക്ഷെ ഇന്ന് തിരിഞ്ഞു, അത് അനേർട്ടായിട്ട് മാറി. എന്താണ്? എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം.
അല്ലേ? അതായത് സൗരോർജ്ജമൊക്കെ ഉള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ എത്ര വേണമെങ്കിലും കറണ്ട് ഉപയോഗിക്കാം. അത് അനേർട്ടായിട്ട് മാറി. എന്താണ് അനേർട്ടായിട്ട് മാറി? അപ്പോ എന്താണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്? കാറ്റ്, തിരമാല, ജിയോ തെർമൽ, സോളാർ, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത്. ഇത് സ്ഥാപിതമായ വർഷമാണ് 1986 ഇത് സ്ഥാപിതമായത്. അനേർട്ട് എന്നാ വന്നത് 1986. പാരമ്പര്യേതര ഊർജ്ജ വികസനങ്ങൾക്കായി സ്ഥാപിതമായ സ്വതന്ത്രാധികാര സ്ഥാപനം കേരളത്തിലെ കാറ്റാടിപ്പാടങ്ങളുടെ സാങ്കേതിക പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകുന്ന ഏജൻസിയാണ് എന്ത് അനേർട്ട് എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വേഗം തന്നെ പോകാം. ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത് ഏത് മരത്തിന്റെ തടി കൊണ്ടാണ്? എടാ ക്രിക്കറ്റ് ബാറ്റ് ഇങ്ങനെ ഒരു വളഞ്ഞുകൊണ്ടല്ലേ, അതിന്റെ ഒരു ഭാഗം അതിന്റെ വേറെ ഭാഗം ഇങ്ങനെ വളഞ്ഞുകൊണ്ടല്ലേ, അതുകൊണ്ട് വില്ലോ മരം. എന്താണ് വില്ലോ മരം? എന്താണ് വില്ലോ മരം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങൾ. ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങളിൽ നമുക്ക് കുറച്ചൊന്ന് പറയാം. ഒന്ന് ചമ്പാരൻ സത്യാഗ്രഹം. 1917 എന്ത് ചെയ്യുന്നത് ചമ്പാരൻ സത്യാഗ്രഹത്തിൽ ഗാന്ധിജി പങ്കെടുക്കുന്നത്. ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു സത്യാഗ്രഹമാണ് എന്ത് ചമ്പാരൻ സത്യാഗ്രഹം. 1916 ഗാന്ധിജി നെഹ്റു ഒക്കെ കണ്ടുമുട്ടിയിട്ടുള്ള ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. ആ സമ്മേളനത്തിന്റെ പേരാണ് ലക്നോ സമ്മേളനം. INC സമ്മേളനത്തിന്റെ പേരാണ് ലക്നോ സമ്മേളനം. ഈ ഒരു സമ്മേളനത്തിനാണ് തീവ്രവാദികളും മിതവാദികളൊക്കെ ഒരുമിച്ച് കൂടിയത്. ഏത് സമ്മേളനത്തിനാണ്? 1916 ലക്നോ സമ്മേളനത്തിനാണ്. ഈ 1916 ലക്നോ സമ്മേളനത്തിൽ രാജ്കുമാർ ശുക്ല ഇദ്ദേഹത്തെ ഒരു വിവരം അറിയിച്ചു. ബീഹാറിലുള്ള ചമ്പാരനിലുള്ള ആളുകൾ എന്ത് ചെയ്യാണ് വളരെയധികം ദുഃഖത്തിലാണ്. അവര് അവരുടെ കൃഷി ചെയ്യുന്ന, അതായത് കൃഷിയിടങ്ങളുള്ള എല്ലാ ആളുകൾക്കും അവിടെ 20% 3 ഭാഗം, അതായത് നീലം കൃഷി ചെയ്യണം എന്നുള്ളത് ആര് പറഞ്ഞിട്ടുണ്ട്? ബ്രിട്ടീഷുകാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും അവരുടെ കൃഷിയുടെ ഉത്പാദനം കുറയൂലേ? നമുക്ക് അത്യാവശ്യം എന്താണ്? നെല്ലല്ലേ, ഗോതമ്പല്ലേ, നമ്മുടെ ഭക്ഷണമല്ലേ അത്യാവശ്യം. നമുക്ക് കുറെ നീലുണ്ടാക്കിയിട്ട് എന്താ കാര്യം? കുറെ വസ്ത്രത്തിൽ കളർ മുക്കിയിട്ട് എന്താ കാര്യം? ഇവിടെ നിന്നുള്ള പരുത്തികളൊക്കെ ആര് കൊണ്ടുപോകുന്നു? ബ്രിട്ടീഷുകാർ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്നും നല്ല മെഷീനുകളിൽ നല്ല തുണികൾ ഉണ്ടാക്കിയിട്ട് നീലം മുക്കിയിട്ട് ഇന്ത്യയിലേക്ക് തന്നെ കയറ്റി അയക്കുന്നു. എന്നിട്ട് ഇന്ത്യക്കാർ അത് വാങ്ങുക. നമ്മുടെ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നമ്മൾ തന്നെ വാങ്ങുക, അല്ലെ? അപ്പൊ നീലം കൃഷി ചെയ്യാൻ അവർ പറഞ്ഞു. നീലം കൃഷി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്തിന്റെ ഉത്പാദനം കുറയും? നമ്മുടെ അരി ഭക്ഷണങ്ങളുടെ ഉത്പാദനം കുറയുന്നു. അപ്പൊ അവർ പട്ടിണിയിലേക്ക് പോകൂലേ? അതിനെതിരെ നടത്തിയ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. എവിടെയാണ്? ബീഹാറിലാണ്. എവിടെയാണ്? ഏത് വർഷമാണ്? 1917. ഞാൻ എങ്ങനെ കണക്ട് ചെയ്തെന്നറിയോ? ബീഹാറിലുള്ള ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അവരുടെ മുടിയൊക്കെ ചെമ്പിച്ചുകൊണ്ടല്ലേ, നമ്മളെ മുടി പോലെയല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പല കളർ, ചിലപ്പോൾ കളറേക്കാരം അല്ലെങ്കിൽ ചെമ്പിച്ചും കൊണ്ടേക്കാരം. അപ്പൊ നീലം എന്ന് പറയുന്നത് ഒരു കളറല്ലേ? നീലം എന്ന് പറയുന്ന ഒരു കളറല്ലേ? അപ്പൊ ചമ്പാരൻ സത്യാഗ്രഹം എവിടെ നടന്നത്? ബീഹാറിലാണ്. ചമ്പാരൻ സത്യാഗ്രഹം എവിടെ നടന്നത്? ബീഹാറിലാണ്. 1917 ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത സമരത്തിന്റെ പേര് എന്താണ്? ചമ്പാരൻ സത്യാഗ്രഹം. എന്താണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ് കേട്ടോ. ഓക്കെ, അടുത്തൊരു അതായത് ഗാന്ധിജി പങ്കെടുത്ത മറ്റൊരു സമരമാണ് നിസ്സഹരണ സമരം. എന്താണ് നിസ്സഹരണ സമരം? 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗിൽ ഒരു കൂട്ടക്കൊല നടന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതായത് റൗലറ്റ് ആക്ടിനെതിരെ അവിടെ ഒരു 20,000 പേര് ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂടുകയാണ്. അമൃത്സർ എന്ന് പറയുന്ന മൈതാനത്ത് ഒരുമിച്ച് കൂടുന്നു. ആ ഒരു ഒരുമിച്ച് കൂടിയ ആളുകളിലേക്ക് ഒരു മൈതാനാണ്, അതായത് 4 വർഷം ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. നാല് വർഷം എന്ത് ചെയ്യുന്നുണ്ട്? കെട്ടിയിട്ടുണ്ട്. അതിലേക്ക് എന്ത് ചെയ്യാണ്? ബ്രിട്ടീഷുകാര് വെടി ഉതിർത്ത് അവിടെയുള്ള ആളുകളൊക്കെ മരണപ്പെട്ടു. കിണറൊക്കെ സമയത്ത് നിറഞ്ഞു, ആളുകളെ കൊണ്ടേ ഓടിയിട്ട് കിണറൊക്കെ നിറഞ്ഞു എന്നാ പറയുന്നത്. അപ്പൊ അത്രയും ക്രൂരമായിട്ടുള്ള, അതിനാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത്. നമ്മൾ കൂടുതലായിട്ട് വിശദമായിട്ട് പഠിക്കും. റൗലറ്റ് ആക്ട് ഒക്കെ നമ്മൾ പഠിക്കും. അപ്പൊ ഇതിനെതിരെ ഗാന്ധിജി നടത്തിയ ഒരു സമരമാണിത് നിസ്സഹരണ സമരം. 1920 മുതൽ 1922 വരെ. നിസ്സഹരിക്കുക, അവിടെ വിദ്യാഭ്യാസം വേണ്ട, അവരുടെ കോടതികൾ വേണ്ട, അവരുടെ നിയമങ്ങൾ അനുസരിക്കൂല, അവരുടെ ഒന്നും തന്നെ ആർക്ക് വേണ്ട? ഇന്ത്യക്കാർക്ക് വേണ്ട. നിസ്സഹരിക്കുക. എന്താണ് നിസ്സഹരിക്കുക? അവരോട് സഹകരിക്കില്ല. ഇതിനാണ് നിസ്സഹരണ സമരം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചൗരി ചൗര സമരം വരുന്നുണ്ട്. എന്താണ് ചൗരി ചൗര സമരം? ചൗരി ചൗര ഉത്തർപ്രദേശിലാണ്. ഇവിടെയുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ പോലീസ് സ്റ്റേഷനെ കത്തിക്കുന്നു. അതായത് ഇവർ സമാധാനപരമായിട്ട് ഒരു സമരം നടത്തുകയായിരുന്നു. ആ സമരം നടത്തുന്നതിന്റെ ഇടയിലേക്ക് ഒരു ബ്രിട്ടീഷുകാരന്, അതായത് പട്ടാളക്കാരൻ എന്ത് ചെയ്തു? ഒരു വ്യക്തിയെ, 1-2 ആളുകളെ വെടിവെക്കുന്നു. അതിൽ രോക്ഷാകുരമായിട്ട് ഇവരെന്താ ചെയ്യുന്നത്? ഇവരൊരു പോലീസ് സ്റ്റേഷൻ കത്തിക്കുകയാണ്. പോലീസ് സ്റ്റേഷൻ കത്തിക്കുമ്പോൾ അവിടെ 22 പോലീസന്മാരാണ് എന്ത് മരിക്കുന്നത്. എത്ര പോലീസന്മാരാണ്? 22 പോലീസന്മാർ അവിടെ മരിച്ചു വീഴുന്നതാണ്. 1922 ചൗരി ചൗര സംഭവം നടക്കുന്നത്. ചൗരി ചൗര രണ്ടെണ്ണം വന്നോ? ചൗരി ചൗര ഏതാ വർഷം? 1922. ഓക്കെ, ഇപ്പൊ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജി പങ്കെടുത്തത്, നിസ്സഹരണ സമരം ഗാന്ധിജി പങ്കെടുത്തത്, അടുത്തത് ചൗരി ചൗര, അടുത്തത് ക്വിറ്റ് ഇന്ത്യ. എന്താണ് ക്വിറ്റ് ഇന്ത്യ? ഇന്ത്യ വിടുക. നമ്മൾ സ്വാതന്ത്ര്യത്തിന്റെ മുൻപ് അവസാനമായി നടത്തിയിട്ടുള്ള ഒരു പ്രക്ഷോഭം ഏതാണ്?
ഏതാണ്? ക്വിറ്റ് ഇന്ത്യ. 1942. എന്താണ്? 1942. ഒന്നല്ലെങ്കിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ള ഗാന്ധിജിയുടെ ശക്തമായ വാക്കുകൾ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാട്ടോ. ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 9 തീയതിയാണ് കേട്ടോ. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രക്ഷോഭമാണ് കീഴരിയൂർ ബോംബ് കേസ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെയും ബഹുജന മുന്നേറ്റം ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭമാണ്. അതൊരു ക്വസ്റ്റ്യൻ ആണ്. ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗം. ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗം മഞ്ഞപ്പനി. എന്താണ്? ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗം മഞ്ഞപ്പനി. അതോടൊപ്പം തന്നെ പോളിയോ. പോളിയോ ഒക്കെ ജലത്തിലൂടെ പകരുന്ന വൈറസ് രോഗമാണ്. ഇനി ബാക്ടീരിയ രോഗം ഏതൊക്കെയാണ്? എലിപ്പനി ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗമാണ്. ടൈഫോയിഡ് ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗമാണ് കേട്ടോ. ഇതിനൊരു കോഡ് ഉണ്ട്. എന്താണ്? ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ വൈറസ് ആണോ ബാക്ടീരിയ ആണോ അതൊക്കെ നോക്കണ്ട. ജലത്തിലൂടെ പകരുന്ന രോഗത്തിന് ഒരു കോഡ് ഉണ്ട്. LDCക്ക് ടൈഗട്ടിപ്പോ. എന്താണ്? LDCക്ക് ടൈഗട്ടിപ്പോ. LDC. എൽ എന്നുള്ളത് എലിപ്പനി. എന്താണ്? എലിപ്പനി. ഡിസെൻട്രി അഥവാ വയറിളക്കം. ഡിസെൻട്രി അഥവാ വയറിളക്കം. സി കോളറ. എന്താണ്? കോളറ. കോളറ ഒരു ബാക്ടീരിയ രോഗമാണ്. പിന്നെ ടൈഗട്ടിപ്പോ ടൈഫോയിഡ്. ടൈഫോയിഡ് ഒരു എന്താണ്? ഒരു ബാക്ടീരിയ രോഗമാണ്. പോളിയോ ഒരു വൈറസ് രോഗമാണ്. ഓക്കെ, സെറ്റ് അല്ലേ? അടുത്തത്, ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായിട്ടുള്ള പ്രതിഭാസത്തിന്റെ പേരെന്താണ്? ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായിട്ടുള്ള പ്രതിഭാസത്തിന്റെ പേരാണ് വിസരണം. എന്താണ്? വിസരണം. ഇതെങ്ങനെ പഠിക്കാം? നമ്മുടെ ആകാശത്തിലെ മഴവില്ലിന്റെ ഒക്കെ നിറം എന്താണ്? വിജിയോർ എന്നല്ലേ? എന്താണ്? വിജിയോർ എന്നല്ലേ? ഇതിലെ റെഡിന് എന്താണ്? തരംഗ ദൈർഘ്യം കൂടുതലാണ്. തരംഗ ദൈർഘ്യം കൂടുതലാണ്. പെട്ടെന്ന് പോകും. പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? അത് പ്രകാശരശ്മികളിലൂടെ തട്ടി പെട്ടെന്ന് സഞ്ചരിക്കുന്ന ഒന്നാണ് എന്ത്? റെഡ്. അപ്പൊ തരംഗ ദൈർഘ്യം കുറഞ്ഞത് ഏതാണ്? വയലറ്റ്. എന്താണ്? വയലറ്റ്. അപ്പൊ അധികം എന്ത് ചെയ്യൂല? സഞ്ചരിക്കൂല. ഞാൻ അങ്ങനെ ആക്കും പോലൊക്കെ പൊയ്ക്കൊണ്ട് കയറി. അതുകൊണ്ടാണ് ആകാശത്തിന് എന്ത് നിറം വന്നിട്ടുള്ളത്? നീല നിറം വന്നിട്ടുള്ളത്. അത് സൂര്യൻ ഉദിക്കുമ്പോൾ ചക്രവാളത്തിനോട് അടുത്ത്, ഭൂമിയോട് അടുത്താണല്ലോ സൂര്യൻ. ഇങ്ങനെ പൊന്തി വരികയാണല്ലേ? മേലേക്കെത്തിയോ? ഇല്ല. ഇങ്ങനെ അടുക്കുമ്പോൾ ചുവന്ന നിറത്തിന് കാരണം എന്താണ്? പ്രകാശരശ്മികൾ നമ്മുടെ ചക്രവാളത്തിനോട് അടുത്താണ്, അടുത്തുകൂടെ പോവാണ്. അതുകൊണ്ടാണ് റെഡ് നിറം. അതായത് ചുവപ്പിന് എന്താണ്? തരംഗ ദൈർഘ്യം കൂടുതലാണ്. ചുവപ്പിന് തരംഗ, അതുകൊണ്ടാണ് ഹെഡ്ലൈറ്റിനൊക്കെ എന്ത് നിറം വെക്കുന്നത്? ചുവപ്പ് നിറം വെക്കുന്നത്. അതിന് തരംഗ ദൈർഘ്യം എത്ര ദൂരത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കാണാൻ കഴിയും. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മുടെ കടലിന് നീല നിറത്തിന് കാരണം എന്താണ്? അതും വിസരണം തന്നെയാണ്. എന്താണ്? വിസരണം തന്നെയാണ്. ഓക്കെ, അപ്പൊ വിസരണം ഏറ്റവും കൂടിയ നിറം ഏതാണ്? വിസരണം ഏറ്റവും കൂടിയ നിറം വയലറ്റ് ആണ്. എന്താണ്? വിസരണം. അത് വിസരിച്ച് ഇങ്ങനെ നിൽക്കണല്ലേ ആകാശത്ത് നീല നിറത്തില്. ഇത് എന്തുകൊണ്ടാണ് ഈ നീല നിറം കാണുന്നത്? വായു ഉണ്ട് അല്ലെ? വായു ഉണ്ടായതുകൊണ്ട് ഓരോ തരംഗത്തിലൂടെ പൊടിപടലങ്ങളിലൂടെ ഒക്കെ തട്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് നീല നിറത്തിൽ ഇങ്ങനെ കാണപ്പെടുന്നത്. വായു ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഇവിടെ എന്ത് നിറമായിട്ട് മാറും മക്കളെ? കറുത്ത നിറമാകും. ആകാശം എന്ത് നിറമാണ്? അതുകൊണ്ടാണ് ചന്ദ്രനിൽ നിന്നും ആകാശത്തെ നോക്കുമ്പോൾ കറുത്ത നിറം കാണാൻ കാരണം എന്ത്? അവിടെ എന്തില്ല? വായു ഇല്ല. അതായത് അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളുടെയും വായുവിലൂടെയൊക്കെ തട്ടിങ്ങാണ്ട് പ്രതിഫലിക്കാൻ എന്തില്ല? അവിടെ കഴിവില്ല. അവിടെ എന്തില്ല? കഴിവില്ല. ഇവിടെ എന്തുകൊണ്ടാണ് അത് പ്രതിഫലിക്കുന്നുണ്ട്? നമ്മുടെ വായുവിലൂടെയുള്ള തരംഗങ്ങളുടെയും കിരണങ്ങളുടെയും ഒക്കെ തട്ടിയത് പ്രതിഫലിക്കുന്നുണ്ട്. അപ്പൊ വിസരണം ഏറ്റവും കൂടിയിട്ടുള്ള വിസരണം എന്ന് പറഞ്ഞാൽ വിസരിക്ക. തരംഗ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ അതിന്റെ സ്പീഡ് കൂടുതലുള്ളത് ഏതാ? റെഡിന്. സ്പീഡ് കുറവുള്ളത്, അതായത് വിസരിച്ച് നിൽക്കും. ആകാശത്ത് നല്ല നിറഞ്ഞു നിൽക്കുന്നത് ഏതാണ്? ാണ് കേട്ടോ. നീല നിറാണ് കേട്ടോ. ആകാശത്തിന് നിറഞ്ഞു നിൽക്കുന്നത് എന്താണ്? നീല നിറാണ്. അതായത് വിസരണം ഏറ്റവും കൂടിയത് ഏതാണ്? നീല നിറം. വിബ്ജിയോർ. വയലറ്റ് അല്ലെ? വയലറ്റ്. അപ്പൊ വിസരണം ഏറ്റവും കൂടിയ നിറം ഏതാണ്? വയലറ്റ്. വിസരണം ഏറ്റവും കുറവ് ഏതാ മക്കളെ? റെഡ്. അപ്പൊ തരംഗ ദൈർഘ്യം വളരെ സ്പീഡ് കൂടിയത് ഏതാ? ചുവപ്പ്. എന്നാ ടാറ്റാ ബൈ ബൈ, ഞാൻ പോവാട്ടോ. വയലറ്റ് ഇറങ്ങണത് പോന്നു. വയലറ്റ് ഇങ്ങനെ ആക്കും പോലെ ഒക്കെ എന്താ പറഞ്ഞാണ് പോരുന്നത് അല്ലെ? അപ്പൊ സൂര്യനിൽ നിന്നുള്ള ആ ഒരു ചക്രവാളത്തിനോട് അടുക്കുമ്പോ നമുക്ക് എന്താണ് കാണുന്നത്? അസ്തമിക്കുമ്പോ കണ്ടിട്ടില്ലേ ചുവന്ന നിറം? ആകാശം ചുവന്ന നിറം എന്താണ്? നമ്മുടെ ചക്രവാളത്തിനോട് ഇങ്ങനെ, ഭൂമിയോട് ഇങ്ങനെ അടുത്ത് ഇങ്ങോട്ട് പോവാണ്. ഓക്കെ, അതുകൊണ്ടാണ് അതിന് തരംഗദൈർഘ്യം കൂടുതലായതുകൊണ്ടാണ് നമുക്ക് അവിടെ ചുവപ്പ് നിറം പെട്ടെന്ന് കാണാൻ കഴിയുന്നത്. നീല നിറത്തെ മറക്കുകയാണ് ചുവപ്പ് നിറത്തെ. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഇന്നെ ഒന്നും കൂടി കോൺടാക്ട് ചെയ്യണം കേട്ടോ നിങ്ങള്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മത്സ്യത്തിൽ പെടാത്ത ഒരു ഇനം, നമ്മൾ മത്സ്യമാണെന്ന് കരുതുന്നാൽ മത്സ്യത്തിൽ പെടാത്തത് ഏതെന്നാണ്? ചെമ്മീനാണ് കേട്ടോ. ചെമ്മീൻ നട്ടെല്ലില്ല. മത്സ്യം എന്ന് പറയുമ്പോൾ അതിന് നട്ടെല്ല് ഉണ്ടാവും കേട്ടോ. അടുത്തത്, ലോകത്തിലെ ആദ്യത്തെ 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം. ലോകത്തിലെ ആദ്യത്തെ 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ചൈന. ഇവർ എല്ലാവരും ഫസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കൂലെ? ഏറ്റവും സ്പീഡുള്ള ഒരു ട്രെയിൻ കൊണ്ടുവന്നത് ആരാണ്? അത് ചൈനയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പൊ 6G ഉപഗ്രഹം കൊണ്ടുവന്നത് ആരാണ്? ചൈന. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി
കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് കെ കേളപ്പൻ. എന്തെങ്കിലും കണക്ട് ചെയ്യാം. ഗാന്ധിജിയെ പിൻപറ്റിങ്ങാണ്ട് സത്യാഗ്രഹം അനുഷ്ഠിച്ച വ്യക്തിയാണ് ആര്? കെ കേളപ്പൻ. ആരാണ്? കെ കേളപ്പൻ. അതുകൊണ്ട് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കെ കേളപ്പനാണ്. ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം നമ്മുടെ കേരളം. ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ. എങ്ങനെ ഇദ്ദേഹത്തിന് ഈ പദവി ലഭിച്ചു? നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യമാവുന്ന സമയത്ത് ധാരാളം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. നാട്ടുരാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ ഭരിക്കുന്ന രാജ്യങ്ങൾ ധാരാളം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരുടെയൊക്കെ സംസാരിച്ച് ഇന്ത്യയിലേക്ക് ലയിപ്പിച്ച വ്യക്തിയാണ് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പൊ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ആഭ്യന്തരം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഉൾഭാഗം. ഈ ഇന്ത്യയുടെ ഉൾഭാഗത്തുള്ള ഓരോ നാട്ടുരാജ്യങ്ങളിലൂടെയും പോയി സംസാരിച്ച് നമ്മുടെ ഇന്ത്യയിലേക്ക് ലയിപ്പിച്ച വ്യക്തിയെ തന്നെയല്ലേ ആഭ്യന്തരമന്ത്രിയായിട്ട് വെക്കുള്ളൂ. അപ്പൊ നമ്മുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. മഹാത്മാഗാന്ധി 1931 ആരംഭിച്ച മാസികയുടെ പേര് എന്താണ്? യങ് ഇന്ത്യ. എന്താണ്? യങ് ഇന്ത്യ. എന്താണ്? യങ് ഇന്ത്യ. അദ്ദേഹത്തിന്റെ മറ്റു മാസികകളാണ് ഹരിജൻ, ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ. കാർഡമം കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കാർഡമം കുന്ന് കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആലോചിച്ചാൽ മതി, നമ്മുടെ ഏറ്റവും കൂടുതൽ സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ ഉള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ് അല്ലെ. ഏറ്റവും കൂടുതൽ സുഗന്ധ വിജ്ഞാനങ്ങൾ ഉത്പാദിപ്പിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ മലനാട്ടിലാണ് ഏറ്റവും കൂടുതൽ സുഗന്ധ വിജ്ഞാനങ്ങൾ ഉത്പാദിപ്പിക്കുന്നത്. കറുത്ത പൊന്ന് എന്നൊക്കെ അറിയപ്പെടുന്ന കുരുമുളകാണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ കാർഡമം കുന്ന് എവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ അത് കേരളത്തിലാണ് കേട്ടോ. അടുത്തത്, നാഥുല ചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? സിക്കിമിലാണ് നാഥുല ചുരം. ഞാനിത് എങ്ങനെ കണക്ട് ചെയ്യുന്നത്? നാഥന്മാരെ, നമ്മുടെ വീട്ടിലുള്ള നാഥന്മാരാണ് ഓരോ സ്കീം എടുക്കുക. നമ്മുടെ അമ്മമാരുടെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ നാഥന്മാർ എന്ത് ചെയ്യുന്നു? ഓരോ സ്കീമുകൾ എടുക്കുന്നു. സ്കീമുകൾ. അപ്പൊ നാഥുല ചുരം എവിടെയാണ്? സിക്കിമിൽ. ഷിപ്കില ചുരം എവിടെയാണ്? ഷിപ്കില ചുരം എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ഷിപ്കില ചുരം എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. നമ്മൾ ഹിമമുള്ള മഞ്ഞുള്ള നാടിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് ഒരു തോണിയൊക്കെ പോലത്തെ അങ്ങനെ ജസ്റ്റ് കണക്ട് ചെയ്യാട്ടോ. ഇങ്ങനെ മഞ്ഞിലൂടെ ഒക്കെ ഇങ്ങനെ നീങ്ങി പോരാൻ വേണ്ടിയിട്ട് സാധനം ഉണ്ടാവില്ല. എന്റെ പേര് എനിക്ക് അറിയില്ല കറക്റ്റ് ആയിട്ട്. എന്തായാലും ഒരു തോണി പോലെ ഷിപ്പ് പോലെയൊക്കെ ഒന്ന് കരുതുക. അപ്പൊ ഷിപ്കില ചുരം എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. സോജില ചുരം ജമ്മു കാശ്മീരിലാണ്. സോജില ചുരം എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ് സോജില. ബാരാലാച്ചില ചുരം ഹിമാചൽ പ്രദേശിലാണ്. ബാരാലാച്ചില ചുരം ഹിമാചൽ പ്രദേശ്. ഇപ്പൊ ഷിപ്കില, ബാരാലാച്ചില ചുരം ഹിമാചൽ പ്രദേശിലാണ്. നമ്മൾ ബാരാലാച്ചില ചുരം ഹിമാചൽ പ്രദേശിലാണ് എങ്ങനെ കണക്ട് ചെയ്യാന്നോ? നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മൾ ഹിമാചൽ പ്രദേശിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല കനമുള്ള കോട്ടൊക്കെ ഇട്ടല്ലേ പോവുക. ഒരു ഭാരമേറിയ കോട്ടൊക്കെ. എന്താണ്? തണുപ്പ് നമ്മുടെ ശരീരത്തിൽ ഏൽക്കാതിരിക്കാൻ വേണ്ടി തൊപ്പിയിടും, കാലിൽ സോക്സ് ഇടും, വലിയ എന്താ ഷൂ ഒക്കെ ഇടും ഇല്ലെ. നമ്മളെ നല്ലൊരു ഭാരം ചുവന്നിട്ടുള്ള ഒരു കോട്ടൊക്കെ ഇട്ടാ പോവുക അല്ലെ. ബാരാലാച്ചില ചുരം എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത്? ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1931 ഈ 1931 യങ് ഇന്ത്യ ഗാന്ധിജി എന്ത് ചെയ്തത്? പ്രസിദ്ധീകരിച്ചത്. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹം എന്താണ്? എല്ലാ ഹിന്ദു മതസ്ഥർക്കും അമ്പലത്തിൽ കയറണം എന്നതിനെ ചൊല്ലിയിട്ടുള്ള സമരമാണിത് ഗുരുവായൂർ സത്യാഗ്രഹം 1931. അപ്പോ ഇതിന്റെ അധ്യക്ഷൻ ആരാണ്? അഥവാ ഇതിന്റെ പ്രസിഡന്റ് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഇതിന്റെ സെക്രട്ടറി ആരാണ്? കെ കേളപ്പനാണ്. ഇതിന്റെ സെക്രട്ടറി ആരാണ്? കെ കേളപ്പനാണ്. എന്തൊരു പരിപാടി നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും അതിന്റെ സെക്രട്ടറി അല്ലേ ഓടി നടന്നല്ലാതെ ചെയ്യുക. പ്രസിഡന്റുമാർ അധികം ഓടി നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരിങ്ങനെ അധികാരിയായിട്ട് നിൽക്കുള്ളൂ അല്ലെ. അതിന്റെ ഇപ്പൊ കുടുംബശ്രീ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കുടുംബശ്രീ സെക്രട്ടറി അല്ല എല്ലാത്തിനും ഓടാനുണ്ടാവുക. അതേപോലെ തന്നെയാണ് നമ്മുടെ ഇതിന്റെ സെക്രട്ടറി ആയിട്ടുള്ള കെ കേളപ്പനാണ് ഇതിന് വേണ്ടിയിട്ട് നിരാഹാരം നടത്തിയിട്ടുള്ളത്, സത്യാഗ്രഹം നടത്തിയിട്ടുള്ളത് ആരാണ്? കെ കേളപ്പനായിരുന്നു. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം ഇത് നിർത്തിവെച്ചത്. 1932 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ ജന്മദിനത്തിന്റെ അന്ന് ഗാന്ധിജി പറഞ്ഞു, എടാ നിർത്തടാ, ഓല നമ്മളെ കയറ്റിക്കോൾ അമ്പലത്തിക്ക് എന്ന് പറഞ്ഞു. എന്നാണ് ഒക്ടോബർ 2 ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ആര് സത്യാഗ്രഹം അവസാനിപ്പിച്ചു? കെ കേളപ്പൻ സത്യാഗ്രഹം അവസാനിപ്പിച്ചു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? AKG അഥവാ AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? AKG അഥവാ AK ഗോപാലൻ ആണ് കേട്ടോ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ക്ഷേത്ര പ്രവേശന ക്യാമ്പയിനിന്റെ ക്യാപ്റ്റൻ വോളണ്ടിയർ ക്യാപ്റ്റൻ അല്ല, ക്യാമ്പയിനിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? സുബ്രഹ്മണ്യ തിരുമുമ്പ്. ആരാണ്? സുബ്രഹ്മണ്യ തിരുമുമ്പ്. ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ സമയത്ത് അമ്പലത്തിൽ വെച്ചിട്ട് ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇവിടേക്ക് കയറാൻ പറ്റാത്ത അതായത് താഴ്ന്ന ജാതിക്കാരനായിട്ടുള്ള ഒരു വ്യക്തി മണിയടിച്ചു. അമ്പലത്തിന്റെ ഉള്ളിൽ പോയിട്ട് മണിയടിച്ചു. അതേ മണി അടിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് നല്ല പൊതിരെ അടിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാരാണ്? P കൃഷ്ണൻപിള്ള. ആരാണ് മണിയടിച്ച ആള്? P കൃഷ്ണൻപിള്ളയാണ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാട്ടോ. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് പറയുന്നത്? ആർട്ടിക്കിൾ 14 നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 14 കേട്ടോ. അടുത്തത്, മടക്കു പർവ്വതങ്ങളുടെ രൂപീകരണം. എങ്ങനെയാണ് മടക്കു പർവ്വതം ഉണ്ടായത്? ഹിമാലയം ഒരു ഏറ്റവും വലിയ മടക്കു പർവ്വതമാണ്. ഏത്? ഹിമാലയം എന്നറിയുന്നത്. അതുപോലെ ആൻഡീസ്,
റോക്കറ്റ്സ് എന്നൊക്കെ പറയുന്ന മറ്റു മടക്ക് പർവ്വതങ്ങൾ ഉണ്ട് കേട്ടോ. ഹിമാലയം ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വതം. എങ്ങനെയാണ് ഹിമാലയം ഒരു മടക്ക് പർവ്വതമായത്? നമ്മുടെ ഇന്ത്യ ആദ്യം എവിടെയായിരുന്നു? ആഫ്രിക്കയുടെ ഒക്കെ ഒരു ഭാഗമായിരുന്നു. അതായത് ഈ ഭൂഖണ്ഡങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? സഞ്ചരിക്കുന്നുണ്ട്. ഭൂമി എന്തുപോലെയാണ്? മുട്ട പോലെയാണ്. മുട്ടയുടെ വെള്ള നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു വെള്ളം പോലെ ഒരു കൊഴുപ്പ് ദ്രാവകമല്ലേ? അതുപോലെയാണ് ഭൂമിയുടെ അടിഭാഗം. അതായത് നമ്മുടെ നിൽക്കുന്ന ശിലാമണ്ഡലത്തിന്റെ അടിഭാഗം ഒരു കൊഴുപ്പ് പോലെയാണ്. ഈ കൊഴുപ്പിന്റെ മുകളിലൂടെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? സഞ്ചരിക്കുന്നുണ്ട്. ഈ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യ എന്ത് ചെയ്തു? വിട്ടു. അവിടുന്ന് ഇങ്ങനെ ഛേദിച്ചിങ്ങാണ്ട് ഈ സീമയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് ആ ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ പോയിട്ട് ഒറ്റ മുട്ടല. അവിടെ തെദിസ് എന്ന് പറഞ്ഞൊരു കടൽ ഉണ്ടായിരുന്നു. ആ കടൽ എന്ത് ചെയ്തു? കടലിന്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്തു? ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോ എന്താ സംഭവിക്കുക? ഒരു പർവ്വതം പൊന്തി അങ്ങോട്ട് വന്നു. ഒരു പർവ്വതം പൊന്തി വന്നു. അതാണ് ഹിമാലയം പർവ്വതം എന്നറിയപ്പെടുന്നത്. എന്താണ് ഹിമാലയം പർവ്വതം എന്ന് പറയുന്നത്? അപ്പൊ ഇങ്ങനെ കൂട്ടിമുട്ടിങ്ങാണ്ട് ഇങ്ങനെ മടക്ക് പർവ്വതം അല്ല, ഇങ്ങനെ മടങ്ങി വന്നു. കൂട്ടിമുട്ടുമ്പോ എന്ത് ചെയ്തു? ഇങ്ങനെ മടങ്ങി, ഇങ്ങനെ മുട്ടാണ് അല്ലെ? ഇങ്ങനെ പൊന്തി വരൂലേ? അങ്ങനെ മടങ്ങി വന്നു. ഇതിന്റെ മടക്ക് പർവ്വതം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ സംയോജിക്കല്ലേ ചെയ്തിട്ടുള്ളത്? ഇവ തമ്മിൽ എന്ത് ചെയ്യാണ്? സംയോജിക്കല്ലേ? ആ ഏഷ്യൻ ഭൂഖണ്ഡവും ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യം, ആ ഭാഗം എന്ത് ചെയ്യാണ്? അതിങ്ങനെ സംയോജിക്കല്ലേ ചെയ്തിട്ടുള്ളത് മക്കളെ? ഓക്കെ. അപ്പൊ എന്താണ് മടക്ക് പർവ്വതങ്ങളുടെ രൂപീകരണത്തിന് കാരണം? എന്താണ്? സംയോജിത സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപം കൊള്ളുന്നു. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആരംഭിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഏത്? 1998 മെയ് 17 വളരെ നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ്. കുടുംബശ്രീ വന്നതാണ്. വാജ്പേയിയുടെ കാലത്ത് വാജ്പേയി കൊണ്ടുവന്നതാണ് എന്ത്? കുടുംബശ്രീ. കുടുംബശ്രീ വന്നതോട് കൂടി ധാരാളം ദാരിദ്ര്യങ്ങൾക്ക് വളരെ മാറ്റം ഉണ്ടായിട്ടില്ലേ? ഓക്കെ. പ്രധാനമന്ത്രി വാജ്പേയിയുടെ കാലഘട്ടത്തിൽ 1998 മെയ് 17 അടുത്ത ക്വസ്റ്റ്യൻ. 1996 മാർച്ച് 14 നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആയ കവിയത്രി ആരാണ്? 1996 മാർച്ച് 14 കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ. അപ്പൊ കേന്ദ്ര സംസ്ഥാന വനിതാ കമ്മീഷൻ എന്ന മിസ് നിലവിൽ വന്നത്? കേന്ദ്ര സംസ്ഥാന വനിതാ കമ്മീഷൻ നമ്മളെപ്പോഴും പറയും സ്ത്രീകൾക്ക് 2 കൂടുതലാണെന്ന് പറയില്ലേ? 2 കൂടുതലാണെന്ന് പറയാറില്ല. 1992 ജനുവരി 31 2 കൂടുതലാണെങ്കിലും അവർക്കാണ് സമൂഹത്തിൽ എപ്പോഴും സ്ഥാനമുള്ളത്. ജനുവരി ഒന്നാം മാസം, ആദ്യ മാസം ജനുവരി 31 ആദ്യ മാസമാണെങ്കിലും അവസാന ഡേറ്റിലാണ് വന്നിട്ടുള്ളത്. ജനുവരി 31 ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്. ദേശീയ വനിതാ കമ്മീഷൻ എത്ര അംഗങ്ങളുണ്ട്? 6 അംഗങ്ങളാണ് ദേശീയ വനിതാ കമ്മീഷൻ ഉള്ളത്. എത്ര അംഗങ്ങളാണ്? ദേശീയം എന്ന് പറഞ്ഞാൽ ഇന്ത്യ. ഞാൻ അതാണ് ഇപ്പൊ പറയുന്നത് കേട്ടോ. 1992 ജനുവരി 31 എത്ര അംഗങ്ങളാണ്? 6 അംഗങ്ങൾ. അവരുടെ കാലാവധി എത്രയാണ്? 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ് അവരുടെ കാലാവധി ഉള്ളത്. 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ് അവരുടെ കാലാവധി ഉള്ളത്. ഇനി നമുക്ക് കേരള വനിതാ കമ്മീഷനിലേക്ക് വരാം. കേരളത്തിൽ ഒരു വനിതാ കമ്മീഷൻ ഉണ്ട്. അതെന്താ വന്നത്? 1996 മാർച്ച് 14 1996 മാർച്ച് 14 കേരള വനിതാ കമ്മീഷൻ വന്നിട്ടുള്ളത്. അന്നത്തെ ആദ്യം വന്നപ്പോ അതിന്റെ അധ്യക്ഷ ആരാണ്? സുഗതകുമാരി. അതിന്റെ അധ്യക്ഷ ആരാണ്? സുഗതകുമാരി. ക്വസ്റ്റ്യൻ ആണ്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനം. എന്താ മിസ്സേ ലോക്തക്കില് ചലിക്കുന്ന ദേശീയോദ്യാനം എന്നൊക്കെ പറയുന്നത്? എടാ, ലോക്തക് തടാകത്തിലാണ് ഈ ഒരു ദേശീയോദ്യാനം ഉള്ളത്. ഈ ലോക്തക് തടാകം എന്ന് പറയുന്നത് ചതുപ്പ് നിലയാണെന്ന് പറയുന്നത്. ജീർണിച്ച വസ്തുക്കളൊക്കെ ഇങ്ങനെ പൊങ്ങി കടക്കുക എന്നൊക്കെ പറയും. പണ്ടത്തെ കുറെ കാലം മുന്നേ ഉള്ള മൃഗാദികളൊക്കെ ഇങ്ങനെ ഒരു ചതുപ്പ് പോലെയാണ്, ആ ചതുപ്പ് നിലയാണെന്ന് പറയുന്നത് ലോക്തക് തടാകം. ഇവിടെ ഒരു ദേശീയോദ്യാനം, അതായത് ഈ ലോക്തക് തടാകത്തിൽ എന്താണ്? ഒരു ദേശീയോദ്യാനം ഉണ്ട്. അതാണ് ചലിക്കുന്ന ദേശീയോദ്യാനം. എന്താണ് ചലിക്കുന്ന? എന്താ ദേശീയോദ്യാനം പറഞ്ഞാൽ? കുറെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ? നമ്മുടെ സ്മാരകങ്ങളെയും പക്ഷികളെയും മൃഗാദികളെയും നമുക്ക് നശിച്ചു പോകുമെന്ന് കരുതുന്ന, ഇനി ഭൂലോകത്ത് ഉണ്ടാകൂല എന്ന് കരുതുന്ന മൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നതാണ് എന്ത്? ദേശീയ ഉദ്യാനം. എന്താണ്? സൈലന്റ് വാലി നമ്മുടെ ദേശീയോദ്യാനമാണ്. ഇരവിക്കുളം ഒരു ദേശീയോദ്യാനമാണ് അല്ലെ? അതേപോലെ ദേശീയോദ്യാനമാണ് കേബിൾ ലജ്ജാവോ. എന്താണ്? കേബിൾ ലജ്ജാവോ. എന്താണ്? കേബിൾ ലജ്ജാവോ. ഞാൻ അതെങ്ങനെ പഠിച്ചത്? നമ്മുടെ വീട്ടിലെ കേബിൾ ഇങ്ങനെ എപ്പോഴും ആടിക്കൊണ്ടിരിക്കൂലേ? അപ്പൊ ചലിക്കല്ലേ എപ്പോഴും. അപ്പൊ ചലിക്കുന്ന ദേശീയോദ്യാനം ഏതാണ്? കേബിൾ ലജ്ജാവോ. എന്താണ്? കേബിൾ ലജ്ജാവോ. താങ്ക് യു.